സ്വന്തം മോള്, മോന്റെ മോള്, മോളെ മോള്, ആ കീപ്പട്ട് എത്ര പോയാലും വേണ്ടിയില്ല. എന്നാൽ സ്വന്തം മോളെ കൂട്ടത്തിൽ നിന്ന് ഹറാമില്ലാത്ത ഒന്നുണ്ട്. അതാ ലാ മഖ്ലൂഖത്തിൻ മിൻ മാഇ സിനാഹു. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ, മാറെ ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹറമല്ല, അന്യ പെൺകുട്ടിയാണ്. കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, കെട്ടലാലാണ്, ഓള് മഹറമല്ല. യഥാർത്ഥത്തിൽ ഇവന്റെ നുത്വത്തിൽ ജനിച്ച കുട്ടി തന്നെയാണത്, അത് വേറെ വിഷയം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യഭിചാരത്തിന് ഇസ്ലാം ഒരു ഹുർമത്തും കൊടുക്കുന്നില്ല. അപ്പൊ ആ ഹുർമത്തില്ലാത്ത സ്ഥിതിക്ക് തന്റെ നുത്വത്തിൽ നിന്നാണെങ്കിൽ പോലും ഹുർമത്തില്ലാത്ത ആ നുത്വത്തിൽ നിന്നിട്ട് ജനിച്ച കുട്ടിക്ക് മഹ്റമിയത്ത് എന്ന് പറയുന്ന ബഹുമാനം, ആ ബന്ധം ഇസ്ലാം കൊടുക്കുന്നില്ല. ഇവൻ ആ കുട്ടീന്റെ വാപ്പയല്ല, ആ കുട്ടി ഇവന്റെ മകളുമല്ല, അന്യൊരു പെൺകുട്ടിന്റെ സ്ഥാനം. ഇനി മക്കളെ കഴിഞ്ഞാൽ